Once again, welcome back to KC's Classes. KC's ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ സി എസ്. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി എം.കോം ഫസ്റ്റ് സെമസ്റ്ററിലെ ആദ്യത്തെ എക്സാം ആയിട്ടുള്ള റിസർച്ച് മെത്തഡോളജിയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിന്റെ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി എം.കോം എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡുള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ പാർട്ട് ബിയിൽ 10 ചോദ്യങ്ങളാണ് വരുന്നത്. ഒരു ചോദ്യത്തിന് 5 മാർക്ക്, 6 ചോദ്യങ്ങൾക്ക് ആൻസർ കൊടുക്കണം. അപ്പോൾ ഓപ്ഷൻസ് അത്യാവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 4 ബ്ലോക്ക് മുഴുവനായിട്ട് പഠിച്ചു കഴിഞ്ഞില്ല, ഏതെങ്കിലും 2 ഒക്കെ കഴിഞ്ഞിട്ടുള്ളൂ എങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു 3-4-5 ചോദ്യങ്ങൾ ലഭിക്കും എന്നുള്ളതാണ്. ഡോണ്ട് വറി. ഓക്കെ, അപ്പോൾ എന്നാ പിടിച്ചു. വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ പറയാൻ ഇതിൽ നിന്ന് എന്തായാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങളുടെ സജഷൻസിലോട്ട് കിടക്കാം. ആദ്യത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ടൈപ്സ് ഓഫ് റിസർച്ച് ഞാൻ എസ് എക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് എസ് എക്ക് വന്നില്ലെങ്കിൽ 5 മാർക്കിൻ്റെ ഇവിടെ പ്രതീക്ഷിക്കാം. എസ് എ വന്നില്ലെങ്കിൽ ടൈപ്സ് ഓഫ് റിസർച്ച്. അതുപോലെ തന്നെ നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നത് റിസർച്ച് പ്രോബ്ലം എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കിക്കോ. അതുപോലെ തന്നെ റിസർച്ച് ഡിസൈൻ്റെ നീഡ്സ്, റിസർച്ച് ഡിസൈൻ എന്താണ്, അതിൻ്റെ നീഡ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ചോദ്യമാണ് സാമ്പിളിങ്. എസ് എക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് ടെക്നിക്സ് 5 മാർക്കിൻ്റെ. നമ്മളതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് കേട്ടോ നോക്കി വയ്ക്കുക. ഇനി നെക്സ്റ്റ് സിസ്റ്റമാറ്റിക് ബയാസ് എന്താണ്, അതിൻ്റെ കോസസ് നോക്കിക്കോളൂ കേട്ടോ. 5 മാർക്കിനെ പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് പ്രോസസ് ഓഫ് മെഷർമെൻ്റ് എന്താണ്, അതുപോലെ തന്നെ സോഴ്സസ് ഓഫ് എറേഴ്സ് മെഷർമെൻറ്റിൽ, സോഴ്സസ് ഓഫ് എറേഴ്സ് ഇൻ മെഷർമെൻറ്റ്. ദെൻ നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നൊരു ചോദ്യമാണ് ഗുഡ്നെസ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് സ്കെയിൽ നോക്കിക്കോളൂ. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്ന സമയത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കണം. അതുപോലെ തന്നെ ക്വസ്റ്റ്യനെയറും ഇൻ്റർവ്യൂ ഷെഡ്യൂളും തമ്മിലുള്ള ഡിഫറൻസ്, ക്വസ്റ്റ്യനെയർ വേഴ്സസ് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നൊരു ചോദ്യമാണ് സ്റ്റേജസ് ഓഫ് ഡാറ്റ പ്രോസസ്സിങ്. സ്റ്റേജസ് ഓഫ് ഡാറ്റ പ്രോസസ്സിങ് സ്കിപ്പ് ചെയ്യരുത്. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. ദെൻ നെക്സ്റ്റ് അതിൻ്റെ കൂടെ പറയാനുള്ളതാണ് ജനറലി അക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ടാബുലേഷൻ. ജനറലി ആക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ടാബുലേഷൻ. ഓക്കെ, ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ഇൻ്റർപ്രിട്ടേഷൻ എന്താണ്, ഇൻ്റർപ്രിട്ടേഷൻ എന്താണ്,
അതിൻ്റെ നീഡുണ്ട്, ടെക്നിക്സ് ഉണ്ട്. അത് നോക്കി വയ്ക്കുക കേട്ടോ. 5 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം, സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ എ റിസർച്ച് റിപ്പോർട്ട്. സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ എ റിസർച്ച് റിപ്പോർട്ട്. ഇതിൻ്റെ കണ്ടൻസ് എസ് സിക്കും പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ദെൻ മറ്റൊരു ചോദ്യം കൂടി പ്രതീക്ഷിക്കുന്നത്, റൂൾസ് യൂസ്ഡ് ഇൻ APA സ്റ്റൈൽ. അതുകൂടി പറയാം. റൂൾസ് യൂസ്ഡ് ഇൻ APA സ്റ്റൈൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന 5 മാർക്സിൻ്റെയിലുള്ള ക്വസ്റ്റ്യൻസ്. നമുക്ക് 10 ചോദ്യങ്ങൾ വരുന്നു. അതിൽ 6 ചോദ്യത്തിന് ആൻസർ കൊടുത്താൽ മതി. സോ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്പർ 1, റിസർച്ചിൻ്റെ ടൈപ്പ് ഞാൻ SAയ്ക്കാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ പറഞ്ഞു SAയ്ക്ക് ചോദിച്ചില്ലെങ്കിൽ 5 മാർക്കിൻ്റെ ഏതെങ്കിലും ഒരു ടൈപ്പ് ചോദിക്കാം. പിന്നെ റിസർച്ച് പ്രോബ്ലം, അതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കുക. റിസർച്ച് ഡിസൈൻ എന്താണ്, അതിൻ്റെ നീഡ്സ് നോക്കുക. സാമ്പിളിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, സിസ്റ്റമാറ്റിക് ബയാസ് എന്താണ്, അതിൻ്റെ കോഴ്സസ്, പ്രോസസ് ഓഫ് മെഷർമെൻറ്റ്, ദെൻ സോഴ്സസ് ഓഫ് എറേഴ്സ്, മെഷർമെൻറ്റിൻ്റെ ഗുഡ്നെസ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് സ്കെയിൽ, ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്, ക്വസ്റ്റ്യനെയർ വേഴ്സസ് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ നോക്കുക. സ്റ്റേജസ് ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ്, then objectives of classification of data, generally accepted principles of tabulation, interpretation, then needs അല്ലെങ്കിൽ ടെക്നിക്സ്, സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ എ റിസർച്ച് റിപ്പോർട്ട്, റൂൾസ് യൂസ്ഡ് ഇൻ APA സ്റ്റൈൽ. ഇതൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ കേട്ടോ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സും റിലേറ്റഡ് ലൈവ് ആയിട്ട് നാളെ തന്നെ കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.